നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് നോനിയയാണ്, അഥവാ കാക്കപ്പഴം. സർവ്വരോഗ സംഹാരി എന്ന് സധൈര്യം വിശേഷിപ്പിക്കാവുന്ന ഒരു പച്ചമരുന്നുകളിൽ ഒന്നാണ് ഇത്. ഇതിനെ വിശപ്പിൻ്റെ ഫലം എന്നും അറിയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ജന്മദേശം വിദേശ രാജ്യങ്ങളാണ്. ഇന്ത്യയിൽ തമിഴ്നാട്ടിലും കേരളത്തിലുമാണ് ഇത് കൂടുതലായി വളരുന്നത്. റുബിയേസി കുടുംബത്തിൽപ്പെടുന്ന മുറിൻ സിട്രിഫോളിയ എന്നതാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. സംസ്കൃതത്തിനെ അസൂക്കിയ എന്ന് വിളിക്കും. ബീച്ച് മൾബറി, ഇന്ത്യൻ മൾബറി എന്നെല്ലാം ഇതിൻ്റെ മറ്റു നാമധേയങ്ങളാണ്. ഇത് ഒരു കുറ്റിച്ചെടിയാണ്. അനേകം വർഷങ്ങൾക്ക് മുമ്പേ തന്നെ പല രാജ്യങ്ങളിലും ഇത് ആഹാരത്തിനായി ഉപയോഗിച്ചു വരുന്നു. ഈ ചെടി വളർന്നു വരുമ്പോൾ പച്ച മഞ്ഞ നിറങ്ങളിലും പാകമായി കഴിയുമ്പോൾ ഇലകൾ വെളുപ്പ് നിറമായി കൊഴിഞ്ഞു പോവുകയും ചെയ്യുന്നു. ഇതിൻ്റെ പാകമായ ഫലത്തിന് ശീമച്ചക്കയുടെ സാമ്യവും ഉരുളക്കിഴങ്ങിൻ്റെ വലുപ്പവും ഉണ്ടാകുന്നു. അറിയപ്പെടുന്ന ഒരു ഔഷധമാണ് നോനി. എന്നാൽ ഇതൊരു മരുന്നല്ല. ഇത് നമ്മുടെ ജീവകോശങ്ങളുടെ ആഹാരമാണ്. ഇതിൻ്റെ ഉപയോഗം മൂലം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷകങ്ങളും ഒരുമിച്ച് ലഭിക്കുന്നു. തത്ഫലം ശരീരത്തിലെ വിഷാംശം, മാലിന്യം എന്നിവയെല്ലാം നീക്കപ്പെടുകയും രോഗശമനം ഉണ്ടാവുകയും ഉന്മേഷം ലഭിക്കുകയും ചെയ്യുന്നു. വളരെ രൂക്ഷഗന്ധമാണ് ഈ ചെടിക്കുള്ളത്. മധുരം കലർന്ന ചവർപ്പ് നിറമാണ് ഇതിൻ്റെ കായ്ക്കുള്ളത്. ഈ പഴത്തിൻ്റെ കുരു കളഞ്ഞ് ഇതിൻ്റെ ചാറ് പിഴിഞ്ഞെടുത്ത് ഒറ്റയ്ക്കോ മറ്റു പഴച്ചാറുകളുടെ കൂടെയോ ഇത് കഴിക്കാവുന്നതാണ്. ഇതിൻ്റെ ചാറ് പുളിപ്പിച്ച് അനേക കാലം സൂക്ഷിക്കാനും ഇത് പറ്റും. ഇതിൻ്റെ വിത്തുകൾ വറുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അമിനോ ആസിഡുകളും ക്ഷാരകൽപ്പങ്ങളുമാണ് ഇതിലെ പ്രധാന രാസഘടകങ്ങൾ. വേര്, ഇല, പൂവ്, പഴം എന്നിവയാണ് ഇതിൻ്റെ ഔഷധയോഗ്യമായ ഭാഗങ്ങൾ. ക്യാൻസർ രോഗത്തിനും കൊളസ്ട്രോൾ കുറയ്ക്കാനും പുകവലി മൂലമുണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ മാറ്റാനും ഇത് ഉത്തമമായ ഒരു ഔഷധമാണ്. ബാക്ടീരിയ, വൈറസ്, പ്രമേഹം, അലർജി, നേത്രരോഗങ്ങൾ, ആസ്മ, അപസ്മാരം, ട്യൂമറുകൾ, വന്ധ്യത, ആർത്തവ പ്രശ്നങ്ങൾ എന്നിവയ്ക്കും ഇതൊരു ഉത്തമ പ്രതിവിധിയാണ്. കൂടുതൽ വിവരങ്ങൾ ഡോക്ടർ ശ്രീ ശ്രീകൃഷ്ണൻ നമ്മളോട് വിവരിക്കുന്നതാണ്. നോനി ഒരു അത്ഭുത ഔഷധ ചെടിയാണിത്. ഇത് ഈ രോഗത്തിന് ചികിത്സിക്കാൻ ഉപരി രോഗത്തിൻ്റെ വരാതിരിക്കാനുള്ള അവസ്ഥ, അതായത് ഈ രോഗപ്രതിരോധ ശക്തി കൂട്ടലാണ് ഈ ഔഷധം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പഴം, അതിൻ്റെ വൈറ്റമിൻസ്, മിനറൽസ്, ധാതു ലവണങ്ങൾ, പ്രോട്ടീൻ, എല്ലാവിധ പോഷക സമ്പുഷ്ടമായൊരു പഴമാണ് ഈ നോനിയുടെ പഴം. അല്ല, പൊതുവെ ഈ ചെടിയെപ്പറ്റി പറയുമ്പോൾ ഈ ഒരു ഒറ്റ ചെടി തന്നെ ശരീരത്തിന് രോഗം വരാതിരിക്കുന്നതാണ് പറയുന്നത്. പക്ഷേ ഇന്ന് ഇതിൻ്റെ പല മരുന്നുകളും വിപണിയിലുണ്ട്. പക്ഷേ ഇത് അങ്ങനെ ഈ മരുന്നുകൾ ഉണ്ടാക്കി കഴിക്കണേക്കാളോ ഇതിൻ്റെ പഴങ്ങൾ അങ്ങനെ എടുത്ത് കഴിച്ചാൽ ഈ ഫലം കിട്ടും. അങ്ങനെ വരികയാണെങ്കിൽ ഈ ആർത്തവ പ്രശ്നങ്ങൾ, ആസ്മ, പിന്നെ വാതരോഗങ്ങൾ ഇതെല്ലാം ഒഴിവാക്കും. മാത്രമല്ല ഈ ക്യാൻസർ വരുന്നതിനെ പോലും തടുക്കും ഈ നോനിയുടെ ഈ പഴസത്ത്. അത് പഴസത്ത് ഏസച്ച് കഴിക്കണം. ഇത് ആയുർവേദത്തിൽ എങ്ങനെ ഉണ്ടാക്കിയത്, ഇതിൻ്റെ പഴം എടുത്തിട്ട് അധികം ഭാഗാത്മാവാത്ത പഴം എടുത്തിട്ട് ഈ ലേഹ്യമാക്കി രസായനമാക്കി ഉപയോഗിക്കും. അങ്ങനെ രസായനമാക്കി ഉപയോഗിക്കുമ്പോൾ ഈ പഴക്കളം ചേർന്ന ഈ കാസശ്വാസം, അതായത് ഈ ലങ്സ് ചുരുങ്ങിയ കണ്ടീഷനുണ്ട്, ശ്വാസമൊന്നും കിട്ടാതെ ഉണ്ടാകുന്ന ആസ്മ കണ്ടീഷൻസ്, വിട്ടുമാറാത്ത ചുമ, ഇതെല്ലാം വളരെയധികം ആശ്വാസം കിട്ടും. അതുപോലെ തന്നെ ഈ ആർത്തവ പ്രശ്നങ്ങൾ, ഗർഭാശയ പ്രശ്നങ്ങൾ, ലിവർ പ്രശ്നങ്ങൾ, ഇതിനെല്ലാം ഇതുപോലെ ഉണ്ടാക്കുന്ന ഈ രസായന ഔഷധം വളരെ ഫലപ്രദമാണ്.
പക്ഷേ ഇതിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കുക, നോനി എന്ന കെയർ ഓഫിൽ പല പല ഔഷധങ്ങൾ വിപണിയിൽ ലിക്വിഡായിട്ട് വരുന്നുണ്ട്. അത് എത്രത്തോളം ഈ നോനി എന്ന ഔഷധം ചേർന്നുണ്ട് എന്നുള്ളത് നമ്മൾ സംശയിക്കണം. കാരണം പലതും അത് കഴിച്ചിട്ട് പല റിയാക്ഷൻസ് ചില ആൾക്കാരിൽ വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ആസച്ച് പഴമാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ അത് നല്ല ഗുണപ്രദമാണ്. ഈ പഴം വളരെ അത്ഭുത സിദ്ധിയുള്ളൊരു മരുന്ന് തന്നെ പറയാം. അഥവാ രോഗം വരാതിരിക്കാനുള്ള ഒരു അമൃതിന് തുല്യമായിട്ടുള്ളൊരു പഴമാണ്.